രാഗേഷിനെ പ്രകീർത്തിച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റാ പോസ്റ്റ് ഇട്ടത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. പിന്നാലെ ദിവ്യയെ കടന്നാക്രമിച്ചും വിമർശിച്ചുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പോസ്റ്റും വിമർശനവും ഒക്കെ നമ്മൾ കണ്ടു. കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയുടെ പാദസേവകരായതുവരെ ദിവ്യയെ അധിക്ഷേപിക്കുന്നതും നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ദിവ്യ എസ് അയ്യർക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നു കണ്ണൂർ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ. IAS ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ന്യൂസ് പ്ലസ് സംവാദ വിഷയം ഇതാണ്. അതുകൊണ്ട് അരിശം തീരാതെ. നമുക്കൊപ്പം വിജിൽ മോഹൻ, യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ചേരുകയാണ്. ശ്രീ വിജിൽ മോഹൻ, സ്വാഗതം. വിജിൽ, ദിവ്യ എസ് അയ്യർ അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥയായിരുന്നു, മറ്റേതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥയായിരുന്നു ഇങ്ങനെ പോസ്റ്റ് ഇട്ടിരുന്നതെങ്കിൽ നിങ്ങൾ ഈ പരാതിയുമായി പോകുമായിരുന്നു? തീർച്ചയായും ഏത് IAS ഉദ്യോഗസ്ഥർ നടത്തിയാലും കൃത്യമായും ഇത്തരത്തിലുള്ള ഇവരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ആര് സ്വീകരിച്ചാലും അതിനെതിരെ ഇതുപോലെ നിയമ നടപടികളുമായിട്ടും പരാതികളുമായിട്ടും യൂത്ത് കോൺഗ്രസ് നിർബന്ധമായും പോകുമായിരുന്നു. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു സർക്കാരിനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടതുപക്ഷത്തിനെ അനുകൂലിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ കാലങ്ങളിലെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളോ ഇവരുടെ പ്രസംഗങ്ങളോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഇവർ എന്തോ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സ്ഥാനത്ത് തുടരുന്നത് എന്നുള്ളത് നമുക്ക് ഇവരുടെ നിലപാടുകൾ, കഴിഞ്ഞ കാലത്ത് ഇവരെടുത്ത നിലപാടുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സമയത്തായാലും അതിനുശേഷം ഇങ്ങോട്ടേക്കായാലും ഒക്കെ ഇവരുടെ നിലപാടുകൾ ഒരു പൊളിറ്റിക്കൽ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു തരത്തിലേക്ക് പോയി. അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അവരൊരു പൊളിറ്റിക്കലി അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തിയത് കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതികരിക്കാനും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പരാതി നൽകുവാനും ഞങ്ങൾ തയ്യാറായത്. വിജിൽ, പെരുമാറ്റച്ചട്ടത്തിൻ്റെ എന്ത് ലംഘനമുണ്ടായി എന്നാണ് നിങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്? IAS ഉദ്യോഗസ്ഥർ അവരവരുടെ ട്രെയിനിങ് കഴിഞ്ഞ് ഇതിനകത്തേക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് 1968 ഇവർക്ക് അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടം അതിൽ റൂൾ 5 പറയുന്നത് ഇവർ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്, പൊളിറ്റിക്കലായി ഇവരെപ്പോഴും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൈഡിൽ നിന്നിട്ട് വേണം സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കും ബയാസ്ഡ് ആയിട്ട് അതിനകത്ത് നിലകൊള്ളാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആ നിയമത്തിൽ തന്നെ 2ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട് റെസ്ട്രിക്ഷൻസ് ഓൺ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്. പരസ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തോട് യോജിക്കുന്ന തരത്തിലോ അവരുടെ നിലപാടുകളോട് യോജിക്കുന്ന തരത്തിലോ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് അനുകൂലമായ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്? കെ രാഗേഷിനെ വ്യക്തിപരമായി അവർ പ്രശംസിക്കുന്നു. ഇങ്ങനെ ഒരു പ്രശംസ ഒരു പൊതുവേദിയിലായിരുന്നുവെങ്കിലോ നിങ്ങൾ നടപടിയെടുക്കുമോ? അപ്പോൾ അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്. അവരൊരു പൊതുവേദിയിൽ പ്രസംഗിക്കുകയായിരുന്നു. നിങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയുമോ വിജിൽ? അതല്ലെങ്കിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകുമോ? തീർച്ചയായും അവർ ഈ പോസ്റ്റ് ഇട്ടത് അല്ലെങ്കിൽ ഈ പ്രകീർത്തിച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കെ രാഗേഷ് എന്ന് പറയുന്ന വ്യക്തി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നേരെ വന്നത് കണ്ണൂർ ജില്ലാ കളക്ടറായിട്ടാണ് അവർ ഈ ചുമതല ഏറ്റെടുക്കുന്നതെങ്കിൽ ഇവർ പ്രശംസിച്ചതിനകത്ത് യാതൊരുവിധ തെറ്റുമില്ലായിരുന്നു. അല്ലെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊരു പോസ്റ്റിലേക്കാണ് വന്നിരുന്നെങ്കിൽ അവരുടെ എന്തെങ്കിലും ഔദ്യോഗിക പോർട്ടൽ വഴിയോ അവരുടെ ഔദ്യോഗികമായ ഏതെങ്കിലും ID വഴിയോ ആണോ അവർ അത് ചെയ്തിരിക്കുന്നത്? ഇൻസ്റ്റഗ്രാം, നമ്മുടെയൊക്കെ ഇൻസ്റ്റഗ്രാം എന്നോട് പറയാൻ പറ്റില്ല, നിങ്ങളുടെ ഓഫീസ് ചട്ടങ്ങൾക്ക് അനുസരിച്ച് വേണം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടാനെന്ന്. വിജിലിനോട് അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങളുടേതായ ഒരു പേഴ്സണൽ സ്പേസ് ആണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. അതൊരു സോഷ്യൽ മീഡിയ സ്പേസ് ആണ്. അവിടെ അവരുടെ സുഹൃത്തുക്കളെ കുറിച്ച് ചിലപ്പോൾ പുകഴ്ത്തി എഴുതും, അവരുടെ വീട്ടുകാരെ കുറിച്ച് പുകഴ്ത്തി എഴുതും, മോൻ്റെ പോസ്റ്റ് ഇടും, റീൽസ് ഇടും, പാട്ടുപാടും. ഇതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ വിജിൽ? ഇവിടെ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നത് ഇത് ശബരിനാഥന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ? ഒരു തരത്തിലുമല്ല. ശബരിനാഥൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണെങ്കിൽ ഈ വിഷയത്തിൽ ശബരിനാഥ് ആ വിഷയത്തെ തള്ളിപ്പറഞ്ഞല്ലോ. അവർ ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിയിൽ ശബരിനാഥ് ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞല്ലോ. ഞങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഏതൊരു അഭിപ്രായവും അവർക്ക് പറയാമായിരുന്നു. അവരുടെ പേഴ്സണൽ ഐഡിയ ആണെന്നുള്ള നിലക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും പറയാമായിരുന്നു. പക്ഷേ
അത് IAS ഉദ്യോഗസ്ഥയായി സർക്കാരിൻ്റെ ഒരു കീ പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തി എന്നുള്ള സമയത്ത് അവർക്കത് അങ്ങനെ ആ ഒരു തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് അവരുടെ ചട്ടത്തിന് വിരുദ്ധമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചട്ടത്തിന് പൂർണ്ണമായും വിരുദ്ധമായിട്ടാണ് അവർ ആ ഒരു തരത്തിലേക്ക് ഉള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന അല്ലാത്ത വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നത് പൊളിറ്റിക്കൽ ബയാസ്ഡ് ആവാൻ പാടുണ്ടോ? ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ഒരു IAS ഉദ്യോഗസ്ഥ അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തിപരമായ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടി സെക്രട്ടറി IAS ഉദ്യോഗസ്ഥർക്ക് പറയുന്നത് കേൾക്കൂ. ഓക്കെ, നിങ്ങൾ മറിച്ച് ചിന്തിക്കൂ. ഒരു കോൺഗ്രസിന്റെ DCC പ്രസിഡന്റായ ഒരു വ്യക്തി ആ DCC പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കാൻ പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു ആശംസ അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അതിന്റെ ഭവിഷ്യത്ത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, IAS ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുമ്പോൾ അവർ ചെയ്തത് പൂർണ്ണമായും തെറ്റാണ്. അവർ ആ സ്ഥാനം രാജിവെച്ചോട്ടെ. അവർ ആ സ്ഥാനം രാജിവെച്ചതിന് ശേഷം പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ടോ അവർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നമ്മൾ അവരാരും എതിർക്കാൻ പോകുന്നില്ലല്ലോ. നിങ്ങൾ ഓരോ IAS ഉദ്യോഗസ്ഥരുടെയും പ്രൊഫൈലുകൾ ഈ രീതിയിൽ പരിശോധിക്കുന്നുണ്ടോ? ഓരോ IAS ഉദ്യോഗസ്ഥരും ഓരോ വേദിയിൽ ആരെയൊക്കെ പുകഴ്ത്തുന്നു, ഏതൊക്കെ നേതാക്കന്മാരെ പുകഴ്ത്തുന്നു എന്നൊക്കെ നിങ്ങൾ നോക്കാറുണ്ടോ? ഇതിപ്പോ ദിവ്യ എസ് അയ്യർ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടു, അവർക്ക് ഫോളോവേഴ്സ് ഒരുപാട് പേരുള്ളത് കൊണ്ട് അവരുടെ പോസ്റ്റർ വൈറലാകുന്നു, അങ്ങനെ നിങ്ങൾ കാണുന്നു. അതല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും തരം സ്ക്രീനിങ് നിങ്ങൾക്കുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരിത് ആദ്യമായിട്ടല്ല ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ ഇവരുടെ പോസ്റ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പറയുന്നു വ്യക്തിപരമായിട്ട് KK രാഗേഷിനെ മാത്രം അഭിനന്ദിച്ച ഒരു പോസ്റ്റാണ് എന്ന് നിങ്ങൾ പറയുന്നു. ആ പോസ്റ്റിൽ അവർ ആ ഒരു പോസ്റ്റിന് മുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയുടെ പശ്ചാത്തല സംഗീതം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു വിപ്ലവ ഗാനത്തിൻ്റെ പശ്ചാത്തലത്തോടു കൂടിയാണ് അവർ ആ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ്? കണ്ണൂർ ജില്ല CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷ് ചാർജ് എടുക്കാൻ പോകുന്ന നിമിഷത്തോടോ അല്ല അതിനനുബന്ധിച്ചുള്ള സമയത്തോ ആണ് അവർ ആ പോസ്റ്റ് ഇടുന്നത്. അവർക്ക് KK രാഗേഷിനോട് വ്യക്തിപരമായി എന്തെങ്കിലും ആരാധനയോ അല്ലെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കണമെങ്കിൽ അവർക്ക് പേഴ്സണലി ഫോൺ വിളിച്ച് പറയാമായിരുന്നല്ലോ, ഒരു കത്ത് എഴുതി പറയാമായിരുന്നല്ലോ. സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ പ്രൊഫൈലിൽ KK രാഗേഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഭയങ്കര പർവ്വതീകരിച്ച് അവർ എന്തോ വലിയ സംഭവമാണ്, അവർ പുതിയൊരു ചുമതലയിലേക്ക് പോകുമ്പോൾ അവർക്കൊരു ആശംസ കൊടുക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ് എന്നുള്ള തരത്തിലാണ് അവർ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തിരിക്കുന്നു. പരാതിയിൽ എന്ത് തുടർ നടപടിയാകും ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും ദിവ്യ എസ് നായർ നടത്തിയിരിക്കുന്നത് അവരുടെ സുഹൃത്തിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് പ്ലസ് ഇവിടെ അവസാനിക്കുന്നു.